അച്ഛൻ പോവാണോ? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ജോർജ് കുട്ടി ഫോൺ മറന്നു. അമ്മ അകത്തേക്ക് നോക്കിയേ. അമ്മ എന്നാ ശരിയാവില്ല. അമ്മ നിന്നാ ശരിയാവാത്ത എന്താന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. അമ്മ അവിടെ ഇരുന്നോട്ടെ, മോള് ചോദിക്കേ. ഞാൻ ചോദിക്കുന്നില്ല. എന്താ മോളെ കാര്യം? അനു നീ ചോദിക്കേ. വേണ്ട, അമ്മ പാര വെക്കും. അപ്പൊ എന്തോ വേണ്ടാതിനോ? മോള് ധൈര്യമായിട്ട് ചോദിക്കേ. എനിക്ക് തീർച്ചയുണ്ട്, ഞാൻ പോവാ. എന്താ മോളെ കാര്യം? അനു നീ ചോദിക്കേ. നീ ഇപ്പൊ അച്ഛനോട് ചോദിച്ചാലും അമ്മയോട് ചോദിക്കാതെ അച്ഛനൊരു തീരുമാനം എടുക്കും. അടുത്ത ആഴ്ച ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു സ്ലീപ്പ് ഓവറിന് പോകോട്ടെ. അതെന്താ സംഭവം എന്ന് വെച്ചാ ഫ്രണ്ടിന്റെ വീട്ടിൽ കിടന്നുറങ്ങാൻ പൊക്കോട്ടെ എന്ന്. ഞാൻ അപ്പഴേ പറഞ്ഞില്ല എന്തോ വേണ്ടാതീനോന്ന്. ഒരിടത്ത് സ്ലീപ്പ് അതിന് പോണ്ട. അച്ഛൻ ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കുറെ ഫ്രണ്ട്സും ഉണ്ട് കൂടെ. മോള് ആരുടെ വീട്ടിലാ പോകുന്നത്? രേഷ്മയുടെ വീട്ടില്. എവിടെ വീട്? കൂത്താട്ടൂര്. ആ കുട്ടിയുടെ അച്ഛൻ എന്ത് ചെയ്യുന്നു? വലിയ കോൺട്രാക്ടറാ. നിങ്ങൾ എത്ര പേരുണ്ട്? ഞങ്ങൾ 7-8 പേരുണ്ട്. ജോർജ് കുട്ടി എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നേ? അവളെ വിടാൻ പോവാ? എല്ലാരും കൂടെ അവിടെ കൂടിയിട്ട് എന്താ ചെയ്യുന്നത്? ഞങ്ങളെല്ലാവരും ഗെയിംസ് കളിക്കും, കുറച്ചുപേര് കുക്ക് ചെയ്യും. ബേസിക്കലി ഒന്ന് ചിൽ ഔട്ട് ചെയ്യാൻ, അതായത് ഒന്ന് അടിച്ചു പൊളിക്കാൻ. അപ്പൊ ആ കുട്ടിയുടെ അച്ഛനും അമ്മയോ? അവർ വീട്ടിൽ തന്നെ ഉണ്ടാവും. എന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരുടെ വീട്ടിൽ കൂടാറുള്ളതാ. ആ കുട്ടിക്ക് സഹോദരന്മാരുണ്ടോ? ഉണ്ടെങ്കിൽ എന്നാ പ്രായം കാണും? അച്ഛാ പ്ലീസ്, ഇത്തവണത്തേക്ക് മാത്രം. ഇനി ഞാൻ ഒരിക്കലും ചോദിക്കത്തില്ല. മോളൊരു കാര്യം ചെയ്യും, അവരോട് ഇത്തവണ ഇവിടെ കൂടാൻ പറ. എങ്ങനെയുണ്ട് അച്ഛൻ്റെ ഐഡിയ? എന്തു പറ്റി? അച്ഛൻ വിചാരിക്കുന്ന പോലെ അല്ല. ഇവിടെ കൂടിയാൽ നമുക്ക് കുറച്ച് കാശ് ചെലവുള്ള കാര്യം. നീ എന്നെ പറ്റി എന്താ വിചാരിച്ചേ? ഞാനിപ്പോ ഒരു തിയേറ്റർ ഉടമയും പ്രൊഡ്യൂസറൊക്കെ അല്ലേ. തിയേറ്റർ ഫുള്ള് ലോണാ. ഇതിങ്ങൾക്കെല്ലാം വെട്ടിപ്പുഴുങ്ങാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അവര് ഭക്ഷണം ഉണ്ടാക്കിക്കോളുന്നല്ലേ പറഞ്ഞേ. അതിന് നീ എന്തിനാ വിഷമിക്കുന്നത്? നിനക്കൊരു ദിവസം റെസ്റ്റ് കിട്ടും. നമ്മുടെ വീടിന്റെ അവസ്ഥ കണ്ടോ? അവർക്ക് വലിയ വീട്ടിലെ പിള്ളേരാ. അവരെല്ലാവരും കൂടി ഈ വീട്ടിൽ എങ്ങനെ ഇരിക്കും? നമ്മുടെ അടുക്കളയാണെങ്കിൽ ഭയങ്കര മോഡേൺ ആണല്ലോ. ഈ വീടൊന്ന് പുതുക്കി പണിയാൻ ഞാൻ എത്ര തവണ പറയുന്നത്. നീ ഇത്തേ പിടിച്ചു കയറി എങ്ങോട്ടാ പോകുന്നത്? അല്ല അച്ഛാ, അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. അവരൊക്കെ വലിയ വീട്ടിലേ അല്ലേ. മോളെ, ഈ അപകർഷതാബോധം നമുക്ക് പാടില്ല. നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി നമ്മളെ സ്നേഹിക്കുന്നവരാണ് യഥാർത്ഥ കൂട്ടുകാർ. അച്ഛാ, അവർക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല. എത്ര തവണ എന്നോട് ചോദിച്ചാന്നറിയോ ഇവിടെ വന്ന് കൂടിക്കോട്ടെ എന്ന്. ഞാനാ പിന്നെ. നീ ഇങ്ങോട്ട് വന്നേ. ഇതാണായിട്ട് ജനിക്കേണ്ടതായിരുന്നു. അതെ, മോൾ അവരെയും കൂട്ടി ഇങ്ങോട്ട് വാ. ചെലവൊന്നും നോക്കണ്ട. ചേച്ചിക്ക് അതൊരു ചേഞ്ച് ആയിരിക്കും. എങ്ങനെയുണ്ട്? ഓക്കെ. ഹായ്. എങ്ങോട്ടാ? എനിക്കും എന്റെ മോനും നിങ്ങളെ വേണ്ട. മേരി, ഞാൻ കള്ളുടിച്ച് വന്നിട്ട് എന്റെ ആങ്ങളെ കൊന്നിട്ട് എന്റെ കൂടെ വീണ്ടും പോർക്കാൻ വന്നേക്കോ അല്ലേ? നീ നശിച്ചു പോകത്തുള്ളൂ നാറി. മേരി, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, അബദ്ധം പറ്റിയതല്ലേ. അബദ്ധം പറ്റിയ നിങ്ങൾക്കല്ല, എനിക്കാ. ഇറങ്ങി പോണ പട്ടി, ഇനി മേലെ ഈ വഴി വന്നു പോരുത്. നീ വിഷമിക്കണ്ട ജോസ്, എല്ലാം ശരിയാവും. നിനക്കിപ്പോ ഒരു പണിയാണ്. ഈ നാട്ടിൽ എന്ത് പണിയാ ഉള്ളത്? അതും ശരിയാ. കൃഷി കൊണ്ടൊരു കാര്യമില്ല. നമ്മൾ നാടിന് പുറത്തോട്ട് നോക്കും ജോസ്. ഇവിടെ നിന്ന് ഇനി മാറി നിൽക്കാന്ന് പറഞ്ഞാൽ കുടുംബത്തെ തിരിച്ചു പിടിക്കണമെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവണ്ടേ? ഇവിടെ കേബിൾ ടി വി നടത്തിയിരുന്ന ജോർജ് കുട്ടി മൂപ്പരൊരു തിയേറ്റർ തുടങ്ങിയിട്ടുണ്ട്. അവിടെയും ഒഴിവുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാലും ഞാനൊന്ന് ചോദിച്ചു നോക്കാം. അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങിക്കൂടെ? അതിനൊക്കെ ഒത്തിരി പണം വേണ്ടേക്കാ. കാര്യം പറഞ്ഞാൽ എൻ്റെ പേരിൽ ഒരു 10 സെൻറ്റ് വിൽക്കാറുണ്ട്. പക്ഷെ ആരും നല്ലൊരു വില പറയുന്നില്ല. ഒരു ചായ. രഘു, ഒരു ചായ. ഓ, പുള്ളിക്കാരനൊരു ബ്രോക്കറാ, വരുത്തനാ. ഒന്ന് മുട്ടി നോക്ക. നല്ല വല്ല കച്ചികളും കയ്യിലിട്ടെങ്കിലോ.
സി ഫിലിപ്പ് മാത്യു. എന്താ പേര്? ആ, ഞാനൊന്ന് നോട്ട് ചെയ്തോളൂ. ഭർത്താവിൻ്റെ പേര്? അഡ്രസ്സ്? ആ, സാരമില്ല, ഞാൻ കണ്ടുപിടിച്ചോളാം. സ്കൂൾ പിള്ളേർക്ക് കഞ്ചാവ് കൊടുക്കുന്ന അയ്യോ അല്ല സാറേ, ഞാൻ ഇവിടെ ആരൊക്കെ ഉണ്ടായിരുന്നടാ? സാറേ ആരുമില്ല സാറേ. കുറെ പേര് ഓടി പോകുന്നുണ്ടല്ലോ അവിടെ നിന്ന്. അയ്യോ ഇല്ല സാറേ. എന്റെ അടുത്ത് അഭ്യാസം എടുക്കുന്നുണ്ട്. അങ്ങനെയാ? നീ അല്ലെന്നോ? ആന്റണി, ആ സാർ, ഇവനേതാ? സ്കൂൾ പിള്ളേർക്ക് കഞ്ചാവ് കൊടുക്കുന്ന ഗ്യാങ്ങിൽപ്പെട്ടതാ സാർ. ബാക്കി എല്ലാവരും ഓടിപ്പോയി, ഇവനെ മാത്രമേ കിട്ടിയുള്ളൂ. ആന്റണി, ഇവരെ കുറിച്ചൊന്ന് അന്വേഷിക്കണം. ഈ രണ്ടുപേരെ കുറിച്ച്. സരിത, സാബു. സാർ, സരിത സിവിൽ സ്റ്റേഷനിലെ സ്വീപ്പറായി വർക്ക് ചെയ്യുന്നു. അവളുടെ ഭർത്താവ് സാബു അഗസ്റ്റ്, അവനെന്തോ വണ്ടി കച്ചവടമൊക്കെയാണ്. ഇവരെ വീട് എവിടാന്ന് കണ്ടുപിടിക്കണം. ഇത് നമ്മുടെ ജോർജ് കുട്ടിയുടെ വീടിന്റെ പുറകിലാ സാർ. ഏത് ജോർജ് കുട്ടി? ആ വരുൺ കേസിലെ? അത് തന്നെ സാർ. ആ, ആന്റണി അതൊന്ന് അന്വേഷിച്ച് അവരെന്നെ ഒന്ന് കാണാൻ പറയണം. ശരി സാർ.